അപ്പോൾ നമുക്ക് ഈ ഗുഹയ്ക്കുള്ളിലേക്ക് കയറി നോക്കാം. ആ ഒരു മരം നിർമ്മിച്ചിട്ടുണ്ട്, മുകളിലേക്ക് പോകാനായിട്ട് സ്റ്റെപ്പ് ഉണ്ട്. നമുക്ക് സ്റ്റെപ്പ് കയറി മുകളിലേക്ക് പോകാം. ശരിക്കും നല്ല തണുത്ത കാറ്റ് അനുഭവപ്പെടുന്നുണ്ട്. എന്താണ് ഇവിടെ എന്നുള്ളതാണ് നമുക്കിപ്പോൾ കാണേണ്ടത്. ഇതാ ഒരു മരവും ഇവിടെ നിർമ്മിച്ചിട്ടുണ്ട്. മനോഹരമായ രീതിയിലാണ് ഇതിൻ്റെയൊക്കെ നിർമ്മാണം. വാവ്, എന്താ ഭംഗിയില്ലേ. നമസ്കാരം, ട്രാവൽ വയോഗിൻ്റെ നല്ലൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. നമ്മളുള്ളത് ഇടുക്കി ജില്ലയിലെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ്. രാമക്കൽ മേടിൻ്റെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് തന്നെ പോകാം. അങ്ങനെ നമ്മൾ രാമക്കൽ മേടിലെ പാർക്കിംഗ് ഏരിയയിൽ വാഹനം പാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ടിക്കറ്റ് എടുക്കാനായിട്ട് പോകാം. ഇത് ടിക്കറ്റ് കൗണ്ടറാണ്. വീഡിയോ ചിത്രീകരിക്കാനായിട്ട് 300 രൂപ ഇവിടെ സ്പെഷ്യലായിട്ട് അടയ്ക്കണം. അതുപോലെ തന്നെ 25 രൂപ, കുട്ടികൾക്ക് 15 രൂപ, അങ്ങനെയൊക്കെയാണ് ടിക്കറ്റ് നിരക്ക്. ഇതാ ഇവിടെ എഴുതിയും വെച്ചിട്ടുണ്ട്. അപ്പം ടിക്കറ്റൊക്കെ എടുത്തതിന് ശേഷം നമുക്ക് മുകളിലേക്ക് നടക്കാം. ഏകദേശം ഒരു 3600 അടി സമുദ്രനിരപ്പിൽ നിന്നും 3600 അടി ഉയരത്തിലാണ് ഈ രാമക്കൽ മേട് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ നമുക്ക് കാണാം നല്ല അടിപൊളി ശില്പങ്ങളുണ്ട്. കുറവൻ കുറത്തി ശില്പം, അതുപോലെ തന്നെ മലമുഴക്കി വേഴാമ്പലിൻ്റെ വാച്ച് ടവർ, പിന്നെ ഈ ഗുണ കേവിനെ അനുസ്മരിപ്പിക്കുന്ന തരത്തിലുള്ള വ്യൂ പോയിൻറ്റുകൾ, അങ്ങനെ ഒരുപാട് കാണാനുള്ള ഒരു സ്ഥലമാണ് ഈ രാമക്കൽ മേട്. ഇനി നമുക്ക് ഈ കേവിനുള്ളിലേക്ക് കയറാം. ഇത് മലമുഴക്കി വേഴാമ്പലിൻ്റെ ഒരു വാച്ച് ടവറാണ്. വാച്ച് ടവറിനുള്ളിലേക്ക് കയറുന്ന ഒരു സ്ഥലമാണ്. നമുക്കിതിനുള്ളിലേക്ക് ഇന്ന് പ്രവേശിക്കാം. നല്ല തണുപ്പാണ് ശരിക്കും പറഞ്ഞാൽ. ഇതിനുള്ളിൽ കയറുമ്പോൾ തന്നെ നല്ല തണുപ്പ്. ഇത് സിമെൻറ്റും കോൺക്രീറ്റും കൊണ്ട് നിർമ്മിച്ചിരിക്കുകയാണ്. പക്ഷേ അതിമനോഹരമായിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. വർഷങ്ങളുടെ പഴക്കമാണ് ഇവിടെ ഉള്ളത്. ഒരുപാട് കുട്ടികൾ, നമ്മളിപ്പോൾ വെക്കേഷൻ ടൈമാണ് ഈ വീഡിയോ ചിത്രീകരിക്കാനായിട്ട് എത്തിയത്. അപ്പോൾ തന്നെ ഒരുപാട് വിദ്യാർത്ഥികളും ഒക്കെ ഇവിടെ ഉണ്ട്. ഇവിടെ നോക്കുമ്പോൾ ഉള്ളൊരു ദൃശ്യമാണ്, നമ്മൾ ടൈറ്റിൽ കാണിച്ചതുപോലെ തന്നെ ഉള്ളൊരു ദൃശ്യം തന്നെയാണ്. ആ വീഡിയോ തന്നെയാണ് റിപ്പീറ്റ് ചെയ്തിരിക്കുന്നത്. കണ്ടോ, ഇവിടെ നോക്കുമ്പോൾ ഉള്ളൊരു വ്യൂ ആണ്. ശില്പങ്ങൾ കാണാം. ശില്പങ്ങളുടെ അടുത്ത് നിന്ന് ഫോട്ടോ എടുക്കാൻ നിരവധി ആൾക്കാരാണ് വരുന്നത്. നമുക്കിനി അങ്ങോട്ട് പോവാം. പക്ഷെ ഇവിടുന്ന് കാണുമ്പോൾ ഒരു അതിമനോഹരമായ ദൃശ്യമാണ്. നിരവധി സിനിമയ്ക്കൊക്കെ ലൊക്കേഷനായ ഒരു സ്ഥലമാണിത്. ഒരുപാട് സിനിമാ ചിത്രീകരണങ്ങളും ഗാനരംഗങ്ങളൊക്കെ ഈ രാമക്കൽ മേട്ടിൽ പല ഭാഗങ്ങളിലായിട്ട് നടക്കുന്നുണ്ട്. വിദൂരതയിൽ കാണുന്നത് തമിഴ്നാടാണ്. തമിഴ്നാട് എന്നുള്ള ദൃശ്യമാണ്. അവിടെ നിന്ന് നല്ല കാറ്റാണ് നമുക്കിവിടെ നിന്ന് കഴിഞ്ഞാൽ അനുഭവപ്പെടുന്നത്. സുന്ദരമായ സ്ഥലമാണ്, അതിമനോഹരമായ സ്ഥലം. രാമക്കൽ മേടിൻ്റെ രാമക്കൽ മേടിൻ്റെ ദൃശ്യഭംഗി ആസ്വദിക്കാനും അതുപോലെ തന്നെ ഈ ട്രക്കിങ്ങിനായിട്ട് വേണ്ടിയാണ് അധികം ആൾക്കാർ ഇവിടെ വരുന്നത്. ഓഫ് റോഡിലൂടെ ട്രക്കിങ്, ഇതാ ആ മലയുടെ മുകളിലൂടെ വഴി കണ്ടോ, ആ വഴി ജീപ്പ് അതുവഴി കടന്നു പോകും. അതിൻ്റെ മുകളിൽ ട്രക്കിങ്ങിലൂടെ എത്തുന്നത്, അതൊക്കെ വ്യത്യസ്തമായ അനുഭവമാണ്. നമുക്കിനി വരും വീഡിയോകളിൽ നമുക്കതൊക്കെ ചെയ്യാം. ഞാൻ പറഞ്ഞില്ലേ, ഒരുപാട് വിദ്യാർത്ഥികൾ വന്നിട്ടുണ്ട്. മലമുഴക്കി വേഴാമ്പലിൻ്റെ ഒരു ശില്പം നിർമ്മിച്ചിട്ടുണ്ട്. അതിൻ്റെ ചുവട്ടിലാണ് ഇവരെല്ലാം നിൽക്കുന്നത്. ഇവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്, സെൽഫി എടുക്കുന്നുണ്ട് ഒരുപാട് പേര്. ഇനി നമുക്ക് താഴേക്ക് ഇറങ്ങാം. ഇതുണ്ട്, ഇവരുടെ ശില്പിയുടെ പേരെഴുതിയിട്ടുണ്ട്. ഹരിലാലാണ്, KR ഹരിലാലാണ് ഈ ശില്പം നിർമ്മിച്ചത്. നമുക്ക് പുറത്തേക്ക് ഇറങ്ങിയിട്ട് മറ്റു ദൃശ്യങ്ങൾ കൂടി കാണാം. ഒരുപാട് പേര് ഇവിടെ ഇരിക്കുന്നുണ്ട്. കണ്ടോ, ചെറിയ ചെറിയ വിൽപ്പനയൊക്കെ ഉണ്ട്. ഇതെല്ലാം ഈ പ്രദേശവാസികളാണ്. തമിഴ്നാട്ടിൽ നിന്നൊക്കെ കൊണ്ടുവരുന്ന ഫ്രൂട്ട്സൊക്കെയാണ് വിൽക്കുന്നത്. കൂടുതലും മാങ്ങയൊക്കെ ഉണ്ട്. ഒക്കെ ഫ്രഷാണ് ശരിക്കും പറഞ്ഞത്. ഫ്രഷായിട്ടുള്ളത് മാത്രമേ ഇവിടെ വിൽക്കാൻ അവർ അനുമതി കൊടുക്കത്തുള്ളൂ. കണ്ടോ, ഇതാണ് ശില്പത്തിൻ്റെ അടുത്തേക്കുള്ള ഒരു നടവഴിയാണത്. കണ്ടോ, ഗ്രില്ലൊക്കെ ചെയ്ത് നല്ല തറയോടൊക്കെ പാക്കി നല്ല അതിമനോഹരമായിട്ടാണ് ചെയ്തത്. രാത്രിയിൽ അതിമനോഹരമാണ്. കാരണം ഇവിടുത്തെ ലൈറ്റുകളൊക്കെ ഇടുമ്പോഴത്തേക്ക് ഈ ശില്പം കാണാൻ നല്ല രസമാണ്. രാത്രി വേറൊരു വൈബാണ്. ഏഷ്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ കാറ്റ് ലഭിക്കുന്ന ഒരു സ്ഥലമാണ് ഈ രാമക്കൽ മേട്. അതുപോലെ തന്നെ ഈ ഇരട്ട ശില്പമായ ഈ കുറവൻ കുറത്തി ശില്പം സ്ഥിതി ചെയ്യുന്ന സ്ഥലവും കൂടിയാണ് ഈ സ്ഥലം. അങ്ങനെ ഒരു പ്രത്യേകതയും കൂടി ഇവിടെയുണ്ട്. അതുപോലെ തന്നെ ഈ ഏഷ്യയിലെ ഏറ്റവും വലിയ
ആ കൂർമ്മ ശില്പവും ഇവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട്. നമുക്കതൊക്കെ കാണാം. ഇതിൻ്റെ അപ്പുറത്തെ ഭാഗത്താണ് അത്തരത്തിലുള്ള ശില്പമുള്ളത്. ഈ പശ്ചിമഘട്ട മലനിരകളിൽ നിന്നും ഒരു 3200 അടി ഉയരത്തിലാണ് ഈ രാമക്കൽ മേട്, നമ്മൾ നിൽക്കുന്ന ഈ സ്ഥലം ഉള്ളത്. ഇവിടെ ഈ ആമപ്പാറ വ്യൂ പോയിൻ്റ് ഉണ്ട്. അവിടെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഈ ഗുണക്കേവിനെ അനുസ്മരിക്കും വിധമുള്ള ആമപ്പാറ ഗുഹയും അതുപോലെ തന്നെ ഓഫ് റോഡ് സഞ്ചാരവും ഒക്കെ, ജീപ്പ് ട്രക്കിങ്ങും ഒക്കെ ഉള്ളത് അവിടെയാണ്. അത്തരത്തിൽ ജീപ്പ് സഫാരി ആവശ്യമായിട്ട് വരുന്നവരെ സംബന്ധിച്ച് എത്തേണ്ടുന്ന ഒരു സ്ഥലമാണ് അത് ഈ മലയുടെ നമ്മൾ നിൽക്കുന്ന ഈ സ്ഥലത്തിൻ്റെ താഴ്വാരത്താണ്. ഈ കയറി വരുമ്പോൾ തന്നെ നമുക്കത് കാണാം. ഇവിടെ ഏറ്റവും കൂടുതൽ ആകർഷിക്കപ്പെടുന്നതാണ് ഈ മലമുഴക്കി വേഴാമ്പലിൻ്റെ വാച്ച് ടവർ. ഈ വാച്ച് ടവറിനുള്ളിൽ കയറി മുകളിലേക്ക് നിന്ന് ദൃശ്യങ്ങൾ പകർത്താൻ വേണ്ടിയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇവിടേക്ക് എത്തുന്നത്. ഇതുകൂടാതെ തന്നെ ഈ പ്രകൃതി ഒരുക്കിയിരിക്കുന്ന മനോഹരമായ നിരവധി കാഴ്ചകളുള്ള ഈ ഒരു സ്ഥലം ഒരിക്കൽ വന്നു കഴിഞ്ഞാൽ വീണ്ടും ഇവിടേക്ക് എത്തും. കാരണം അത്രയ്ക്കും അതിമനോഹരമാണ് ഇവിടുത്തെ ഓരോ ഫ്രെയിമും. ശരിക്കും ഫോട്ടോഗ്രാഫി ഇഷ്ടപ്പെടുന്നവരെ സംബന്ധിച്ച് ഇവിടെ വരേണ്ടതാണ്. ഇവിടെ പ്രത്യേകതരം പക്ഷികളെയൊക്കെ നമുക്ക് കാണാൻ കഴിയും. സീസൺ അല്ലാത്ത സമയങ്ങളിൽ വന്നു കഴിഞ്ഞാൽ ആണ് ഏറ്റവും കൂടുതൽ ഫോട്ടോഗ്രാഫിക്ക് അനുയോജ്യമായ ഒരു സ്ഥലം. വലിയ തിരക്ക് ഒന്നും ഇല്ലാത്തൊരു സമയം നോക്കി അത്തരക്കാർ എത്തുന്നതായിരിക്കും കുറേ കൂടി ഉചിതം. അപ്പോൾ എല്ലാം കൊണ്ടും രാമക്കൽ മേട് അതിമനോഹരമായ കാഴ്ചയാണ്.